My God, completely. ഹായ്. എൻ്റെ വോയിസ് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ചാറ്റിലൊന്നോ ഒക്കെ ടൈപ്പ് ചെയ്യണേ. വോയിസ് ക്ലിയർ ആണെങ്കിൽ ചാറ്റിലൊന്ന് ഓക്കെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ആളുകൾ വന്ന് തുടങ്ങുന്നുള്ളൂ. ഹലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും വഴിയിൽ കയറട്ടെ. ഓക്കെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇന്നത്തെ ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോ ലൈവിലും ഓരോ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എടുത്തിട്ടാണ് സംസാരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. റെസ്റ്റോറൻറ്റുകൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അതിനെ പരിഹരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്, ലാഭകരമായിട്ട് റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ട് പോകാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഓരോ ലൈവുകളും നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ലഭിക്കുന്ന കമൻറ്റുകളും എന്നോട് പേഴ്സണലായിട്ട് തന്നെ എൻ്റെ വാട്സപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളും പറയുന്നത് ലഭിക്കുന്ന ഓരോ അറിവുകളും വളരെ ഉപകാരപ്പെട്ടതാണ് എന്ന് അറിയാൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളിൽ നിന്ന് അറിയേണ്ടത്, നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട റിപ്ലൈ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എൻ്റെ കമൻറ്റുകളിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തൊക്കെ പ്രതിസന്ധികളാണ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ നേരിടുന്നത് എന്നുള്ളത് എൻ്റെ കമൻറ്റ് വഴി നിങ്ങളെ അറിയിക്കുക. അതിനനുസരിച്ച് ഞാൻ എൻ്റെ ടോപ്പിക്കുകളെ ഞാൻ എന്ത് ചെയ്യും, രൂപപ്പെടുത്തും. ഓരോ ലൈവിലേക്കും ഞാൻ വരുന്ന സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കുകളാണ്. ആ ഫീഡ്ബാക്കിനനുസരിച്ചാണ് ഞാൻ ഓരോ ടോപ്പിക്കുകളും സെലക്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ കണ്ടന്റുകൾ റിയൽ ലൈഫിൽ ഞാൻ പിന്നെ അറിഞ്ഞ ഓരോ കാര്യങ്ങളിൽ നിന്നും, അഥവാ എൻ്റെ കൺസൾട്ടിങ് സർവീസുകളിൽ നിന്നും, അതേപോലെ മെൻറ്റർഷിപ്പുകളിൽ നിന്നും, അതേപോലെ ഞാൻ എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ നിന്നും, ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്കുകളും ഇൻഫർമേഷനുകളുമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ ഈ റിയൽ ലൈഫ് കണ്ടന്റുകളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞത്, നിങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പരാജയപ്പെടും എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മളുടെ ടൈറ്റിൽ തന്നെ വരുന്നത് അതാണ്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ്
ഒരു റെസ്റ്റോറൻറ്റ് ഉടമ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്? ഒരു സാധാരണ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കുണ്ടാവേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കാരണം ഒരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വലിയ ഡ്രീം ഉണ്ടാവും, അല്ലേ? ഒരു സ്വപ്ന ലോകത്ത് നിന്നാണ് നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. നമ്മളുടെ സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ചാനലായിട്ടാണ് നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ കാണുന്നത്. അപ്പൊ ഈ സ്വപ്നത്തിന് ഒരുപാട് പരിധികളുണ്ട്. നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതും കഴിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്വപ്നത്തിലൂടെ നമുക്ക് കടന്നു വന്നു പോയിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ പിന്നാലെയാണ് നമ്മളുടെ റെസ്റ്റോറന്റ് ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ ആ റെസ്റ്റോറന്റ് ബിസിനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിജയത്തിലേക്ക് എത്തിക്കാൻ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമുക്കത് സാധിച്ചെന്ന് വരില്ല. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രതിസന്ധികൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും അതിന് എങ്ങനെയാണ് ഒരു ബിസിനസ് ഉടമ ഒരു മാറ്റം കൊള്ളേണ്ടതെന്നും ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും പാഷനെ പിന്തുടർന്നുകൊണ്ടാണ് പൊതുവെ ബിസിനസ്സിലേക്ക് കടന്നു വരാറുള്ളത്, ഇല്ലേ? പാഷൻ. എന്താണ് പാഷൻ? നിങ്ങൾക്കൊരു കഴിവുണ്ടാവും, ഇല്ലേ? നിങ്ങൾക്കൊരു കഴിവ്, നിങ്ങൾക്കൊന്നുകിൽ ഒരു പാചകത്തിലൊരു കഴിവ്, അല്ലെങ്കിൽ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ്, ബിസിനസ്സിനോടുള്ള ഒരു ആഗ്രഹം, ഇതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ പാഷനായിട്ട് നിങ്ങളുടെ മുമ്പിലുള്ളത്. എന്തെങ്കിലും ഒരു പാഷനെ മുൻനിർത്തിക്കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ആളുകൾ ബിസിനസ്സിലേക്ക് കടന്നു വരാറുള്ളത്. അപ്പൊ പാഷൻ ഉണ്ടെങ്കിലേ ബിസിനസ് വിജയിക്കൂ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാചകം, അല്ലെ? പാഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസ് വിജയിക്കുക എന്ന് പറയാറുണ്ട്. എന്നാൽ പാഷൻ എന്ന് പറയുന്നതിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ബിസിനസ്സിലേക്ക് കടന്നു വന്നാൽ ആ ബിസിനസ് എത്രത്തോളം വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഈ പാഷൻ ഒരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, പാഷനും ബിസിനസ്സും എന്ന് പറയുന്നത് രണ്ടും രണ്ട് തലത്തിൽ നിന്നാണ് പ്രവർത്തിക്കുക. പാഷൻ എന്ന് പറയുന്നത് ഇമോഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് പാഷൻ പ്രവർത്തിക്കുന്നത്. കാരണം ഒരു ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും ലാഭത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലാഭം. അവിടെ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ലാഭം മാത്രമാണ് ഫോക്കസ് ചെയ്യുക. അവിടെ ഇമോഷൻ ഇല്ല. ബിസിനസ്സിൽ ഇമോഷൻ ഇല്ല. അതേസമയം പാഷൻ മുമ്പോട്ട് പോകുന്നത് എപ്പോഴും ഒരു ഇമോഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇമോഷനും അതേപോലെ തന്നെ ബിസിനസ്സിൽ നിന്ന് ലഭിക്കേണ്ട പ്രോഫിറ്റും രണ്ടും രണ്ട് തലത്തിലൂടെയാണ് മുമ്പോട്ട് പോവുക, ഇല്ലേ? ഒരു ഉദാഹരണം നോക്കാം നമുക്ക്. ഞാനിപ്പോ ഒരു ഫുഡ് ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു. എനിക്ക് കുറച്ച് യുണീക്കായിട്ടുള്ള മെനുകൾ ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട്. ഈ കഴിവിനെ ആളുകൾക്ക് നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ള എൻ്റെ പാഷനെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാനൊരു ബിസിനസ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ആരംഭിക്കുന്നത്. അപ്പം ഞാൻ അവിടെ എന്ത് ചെയ്തു? എൻ്റെ ഈ കഴിവുകളെയൊക്കെ ഞാൻ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതെൻ്റെ പാഷനാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളെ കണ്ടെത്തേണ്ട സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഞാൻ കണ്ടെത്തുന്നുണ്ട്. ആളുകൾക്ക് അത് കഴിക്കാൻ നല്ല താല്പര്യമുണ്ട്. ആളുകൾ അത് നല്ല രൂപത്തിൽ കഴിക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ. ആളുകൾ നല്ല രൂപത്തിൽ ഫുട്ഫാൾ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ലാഭകരമാവണമെന്നുണ്ടോ ആ ബിസിനസ്? ഈ പറയുന്ന കാര്യങ്ങളെ കൊണ്ട് മാത്രം നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് ലാഭകരമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് പാഷൻ ഉണ്ട്. ഈ പാഷനെ നിങ്ങൾ ബിസിനസ് ആക്കി മാറ്റുന്നതിലൂടെ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് നിങ്ങൾ കടന്നു വന്നതോടുകൂടി ആളുകൾക്ക് രുചികരമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. ആളുകൾ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആളുകൾ നല്ല രൂപത്തിൽ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു വരുന്നുണ്ട്. റീടെൻഷൻ ഉണ്ട്. കൂടുതൽ വീണ്ടും കസ്റ്റമർ കടന്നു വരുന്നുണ്ട്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ലാഭകരമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുമോ? ഇതാണ് ഒരു ചോദ്യം. ഇതാണ് ഇന്ന് നമ്മളുടെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ചലഞ്ച് എന്ന് പറയുന്നത്. ആളുകൾ നിങ്ങളുടെ ഫുഡിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആളുകൾ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആളുകൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്.
ഇത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ബിസിനസ് ലാഭകരമല്ല. എന്താണ് കാരണം? ഇവിടെയാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഈ ചലഞ്ചസുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് തിരിച്ചറിയേണ്ടത്. ഇവിടെ ഇതിനുള്ള കാരണം നമ്മൾ ഒന്ന് തിരഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ പാഷൻ നമ്മളൊരു ബിസിനസ്സാക്കി മാറ്റിയത് കൊണ്ട് നമ്മൾ അവിടെ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഘടകങ്ങളുണ്ട്. ഒരു 5 കാരണങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയുക. ഒരു പാഷനെ ബിസിനസ് ആക്കുന്നതോടുകൂടി ആ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ചലഞ്ചസുകൾക്ക് 5 കാരണങ്ങൾ കൊണ്ടാണ് ബിസിനസ് പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ പരാജയത്തിലേക്ക് പോവുക. ഈ 5 കാരണങ്ങളിൽ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല ബിസിനസ്സാക്കി, നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സാക്കി ലോങ് ടൈമിലേക്ക് നല്ല സ്കെയിലബിലിറ്റിയിൽ നിങ്ങൾക്ക് ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയും. ഈ 5 കാരണങ്ങളെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ലൈവിലൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഈ 5 കാരണങ്ങൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാരണം പാഷന് നിങ്ങൾ പിന്തുടരുന്നുണ്ട്, നിങ്ങൾ ആളുകൾക്ക് നല്ല സർവീസ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ആ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് റീറ്റൻഷൻ ഉണ്ട്, പക്ഷേ ലാഭം കിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രോബ്ലം എങ്കിൽ ഈ 5 കാരണങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്തുക. ആദ്യത്തത്, ഒരു പാഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യില്ല. ഇതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഒരു പാഷനെ മുൻനിർത്തിക്കൊണ്ട് മാത്രം നമ്മൾ ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണമെന്നില്ല. കാരണം ഒരു പാഷനെ മുൻനിർത്തി നിങ്ങളൊരു ബിസിനസ്സിലേക്ക്, നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് ആരംഭിക്കുമ്പോൾ ആ റെസ്റ്റോറൻറ്റിന് ബിസിനസ് എന്ന കോൺസെപ്റ്റിന് അപ്പുറത്തേക്ക് നിങ്ങളുടെ ഇമോഷനെ കണക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ആ റെസ്റ്റോറൻറ്റ് ആരംഭിക്കുന്നത്. അവിടെ ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ഇമോഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. അവിടെ ആളുകൾക്ക് നല്ല സർവീസ് കൊടുക്കുക എന്നുള്ള ഒരു ഇമോഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ചിലവ് എത്രയായാലും വേണ്ടിയില്ല, ആളുകൾക്ക് നല്ല ഭക്ഷണവും സർവീസും എത്തിക്കണം എന്നുള്ള ഒരു ഇമോഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ഇത് പാഷന്റെ പ്രത്യേകതയാണ്. പാഷനെ പിന്തുടരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണിത്. ഇവിടെ ഒരു ബിസിനസ് അല്ല നിങ്ങൾ ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾ പാഷനെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ബിസിനസ് എന്ന് പറയുന്നത് റവന്യൂ, എക്സ്പെൻസ്, പ്രോഫിറ്റ്, ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നില്ല. യഥാർത്ഥ ബിസിനസ്സിലെ ഈ 3 പോയിന്റേ ഉള്ളൂ. ഒന്ന് റവന്യൂ, എക്സ്പെൻസ്, പ്രോഫിറ്റ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു ഇമോഷൻ ബിസിനസ്സിനില്ല. ബിസിനസ്സിന് എത്ര റവന്യൂ കിട്ടണം, അതിൽ നിന്ന് എത്ര എക്സ്പെൻസ് വന്നു, അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു, ഇതാണ് ബിസിനസ്. ഇവിടെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ പാഷന്റെ പുറകിലാണോ നിങ്ങൾ പോകുന്നത് എങ്കിൽ ഈ പറയുന്ന 3 ഘടകങ്ങളും നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലുള്ള 3 പോയിന്റുകളായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഒന്ന്, റവന്യൂ. നിങ്ങളുടെ റവന്യൂ എത്രയാണ് വരുന്നത്, അതിൽ നിന്ന് നിങ്ങളുടെ എക്സ്പെൻസ് എത്രയാണ് നിങ്ങൾക്ക് ഔട്ട്ഫ്ലോ പോകുന്നത്, പുറത്തേക്ക് പോകുന്നത്, കഴിച്ച് നിങ്ങൾക്ക് എത്ര രൂപ അതിൽ നിന്ന് ബാക്കി കിട്ടുന്നുണ്ട് അഥവാ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബിസിനസ്
പാഷൻ ആയിട്ടാണോ മുമ്പോട്ട് പോകുന്നത്, അതില്ലെങ്കിൽ ഒരു ബിസിനസ് ആയിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകളെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഞാൻ പല റെസ്റ്റോറൻറ്റുകളിലും വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവാറുള്ളത്, അവിടുത്തെ ബിസിനസ് ഉടമകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ളത്, എൻ്റെ പിന്നെ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, നല്ല ഭക്ഷണം കൊടുക്കണം. ഈ ഒരു കണ്ടീഷനേ എനിക്കുള്ളൂ. ചെലവ് എൻ്റെതൊരു പ്രോബ്ലം അല്ല, ചെലവ് ഞാൻ പരിഗണിക്കാറേ ഇല്ല. പക്ഷെ നല്ല ഭക്ഷണം കൊടുക്കണം ആളുകൾക്ക്. ഇത് ബിസിനസ്സാണോ? നല്ല ഭക്ഷണം കൊടുക്കണ്ട എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നല്ല ഭക്ഷണം മാത്രം കൊടുത്ത് നിങ്ങൾക്കുണ്ടാവുന്ന ഇമോഷനെ അല്ലെങ്കിൽ നിങ്ങളുടെ പാഷനെ നിങ്ങൾ പിന്തുടർന്ന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത് പ്രോഫിറ്റബിൾ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയില്ല. അവിടെ നിങ്ങളുടെ റവന്യൂവിനെയും നിങ്ങളുടെ ചിലവിനെയും നിങ്ങളുടെ പ്രോഫിറ്റിനെയും നിങ്ങൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇത് നിങ്ങൾക്ക് ഫീസിബിൾ ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ 3 ചാനലുകളെയും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റണം. കാരണം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാത്ത ഒരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബിസിനസ് ആയിട്ട് പരിഗണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ അത് ബിസിനസ് ആകൂ. ഞാൻ ലാസ്റ്റ് ടൈം ഒരു റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ ബിസിനസ് ഓണർ എന്നോട് പറയാം, ഇവിടെ ജോലി ചെയ്യുന്ന കുറേ ആളുകളുണ്ട്, ഇവരുടെ ജോലി നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റ് അടച്ചു പൂട്ടാത്തത്. കാരണം മാസാമാസം ഞാൻ ഈ റെസ്റ്റോറൻറ്റിലേക്ക് പണം കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. പക്ഷെ അവരുടെ ജോലി നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല. അവരെത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാ. അവർ എത്രയോ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് അവരുടെ ജോലി നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ റെസ്റ്റോറൻറ്റ് അടച്ചു പൂട്ടാതെ ഞാൻ മുമ്പോട്ട് പോവുകയാണ് എന്നുള്ള ഒരു കാരണമാണ് ആ ബിസിനസ് ഉടമ പറയുന്നത്. എന്താണ് സംഭവിക്കുക? ബിസിനസ് പ്രോഫിറ്റബിൾ അല്ല. അദ്ദേഹത്തിൻ്റെ ഇമോഷൻ എവിടെ പോയി? ജീവനക്കാരെ എങ്ങനെയെങ്കിലും സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർക്ക് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, അല്ല അവരോട് ഇമോഷണലി ഉള്ള കണക്ഷൻ വെച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇതും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റബിൾ അല്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഇമോഷനാണ് ഇവിടെ കണക്ട് ചെയ്യപ്പെടുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ വൈകാരികമായിട്ട് ചിന്തിക്കേണ്ടെന്നോ അല്ലെങ്കിൽ വൈകാരികമായിട്ട് കാഴ്ചപ്പാടുകളിലൂടെ മുമ്പോട്ട് പോകണ്ട എന്നുള്ളതൊന്നുമല്ല. പക്ഷെ ബിസിനസ്സിനെ ബിസിനസ്സായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. ബിസിനസ്സിനെ നിങ്ങൾ ഇമോഷണലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് എന്ത് ചെയ്യും? നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തും. അവിടെ നമുക്ക് ബിസിനസ്സിനെ ബിസിനസ്സായിട്ട് മാത്രമേ കാണാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. ഇതിന് നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കണമെങ്കിൽ നിങ്ങളുടെ പാഷനിൽ നിന്ന് നിങ്ങൾ മാറിയിട്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടാവും? നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാവും. നിങ്ങൾ ആ പാഷനെ അല്ലെ ഇമോഷനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേകിച്ച് ഒരു ഗോളൊന്നുമില്ല. അപ്പം നിങ്ങൾക്കൊരു ഗോൾ സെറ്റ് ചെയ്യാനുണ്ടാവും. എന്താണ്? ഈ മാസം കഴിയുമ്പോഴേക്ക് എനിക്ക് ഇത്ര പ്രോഫിറ്റിലേക്ക് എത്തണം. നിങ്ങൾക്കൊരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ചെലവുകളെ നിങ്ങൾ ചുരുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകും. നിങ്ങൾ ബിസിനസ്സിനെ ബിസിനസ്സായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റ് പാഷനിൽ നിൽക്കുകയാണെങ്കിലോ അവിടെ കോസ്റ്റ് കൺട്രോൾ അല്ല നിങ്ങളുടെ ഇമോഷൻ ഉണ്ടാവുക. ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ഭക്ഷണം ആളുകളിലേക്ക് എത്തിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ഇമോഷൻ കടന്നു പോകും. അവിടെ നിങ്ങൾ കോസ്റ്റ് കൺട്രോളിങ് എന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങൾ കടന്നു വരില്ല. ഓക്കെ, ദെൻ അടുത്ത നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക? നിങ്ങൾ നല്ല വില ഇട്ടിട്ട് നിങ്ങളുടെ ഫുഡുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകും. നിങ്ങൾ നിങ്ങളുടെ ഒരു ഇമോഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിലോ നിങ്ങൾക്ക് പ്രൈസ് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പേടിയാണ് ഉണ്ടാവുക, അല്ലേ? ഇമോഷൻ എന്താ? ആളുകൾ എൻ്റെ ഭക്ഷണം കഴിക്കണം. അപ്പൊ ഞാൻ വില കൂട്ടി വിറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടി, അല്ലെ ലാഭം നേടാൻ വേണ്ടി വില വർദ്ധിപ്പിക്കുമ്പോൾ ആളുകൾ എന്നിൽ നിന്ന് വിട്ടുപോകുമോ
എന്നുള്ള ഒരു ഭയം നിങ്ങളുടെ മുമ്പിൽ വരും. ഇത് സ്വാഭാവികമാണ് അല്ലേ? അപ്പൊ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ ബിസിനസ്സിനെ ബിസിനസ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ പ്രോഫിറ്റ് എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുകയും പാഷനിലേക്കാൾ കൂടുതൽ പ്രോഫിറ്റിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അവിടെയാണ് ഞാൻ പറയുന്നത് ബിസിനസ്സിനെ ബിസിനസ് ആക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും. ദെൻ അടുത്തത്, ഒരു പാഷനെ നമ്മൾ ബിസിനസ് ആക്കി മാറ്റുന്ന സമയത്ത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലൊന്നും ആയിരിക്കില്ല നമ്മുടെ റെസ്റ്റോറൻറ്റിനെ നമ്മൾ ഫോം ചെയ്യാം, ഇല്ലേ? കാരണം ആളുകളിലേക്ക്, നിങ്ങളുടെ പാഷനെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് വേണ്ടി മാത്രമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുക. എന്നാൽ ഇന്ന് നമ്മുടെ ലോകത്ത് ഏതൊരു വസ്തുവിനെ എടുത്തു നോക്കിയാലും അതിന് വർക്ക് ചെയ്യണമെങ്കിൽ, അതിനെ പ്രവർത്തിക്കണമെങ്കിൽ അതിനൊരു യൂസർ മാനുവൽ ഉണ്ടാവും, അല്ലേ? എന്ത് നമ്മൾ എടുത്തു നോക്കിയാൽ, ഒരു കാറ് നോക്കിയാൽ, ഒരു ഫ്രിഡ്ജ് നോക്കിയാൽ, എന്തും വസ്തുവിനെ നമ്മൾ നോക്കിയാലും അത് അതിൻ്റെ രൂപത്തിനും ഭാവത്തിനും അതിൻ്റെ വളർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു യൂസർ മാനുവൽ ഉണ്ടാവും. അത് അങ്ങനെ തന്നെയാണ് അത് വളർന്നുകൊണ്ടിരിക്കുക, അല്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റും. നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന് ഓരോ റെസ്റ്റോറൻറ്റിനും ഓരോ സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിനെ നമ്മൾ അവെയർ ആവില്ല നമ്മൾ പാഷനെ പിന്തുടർന്നുകൊണ്ട് നമ്മൾ ബിസിനസ്സിലേക്ക് പോകുമ്പോൾ. നമ്മൾ എന്താ ചെയ്യുക? നമ്മളുടെ റെസ്റ്റോറൻറ്റ് ബിസിനസ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. നമ്മളുടെ ഒരു പാഷൻ ഉണ്ട്, ആ പാഷനെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതല്ല ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളൊരു കാഷ്വൽ റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫൈൻ ഡൈൻ റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു കഫേ ആണ് നടത്തുന്നതെങ്കിൽ, ഇതിനൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു SOPs ആ റെസ്റ്റോറൻറ്റിന് ബാധകമാണ്. ആ SOPs അനുസരിച്ച് മാത്രമേ ആ ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് നമ്മൾ തിരിച്ചറിയാതെ പോകും. കാരണം എന്താ? ഒന്ന്, കൺസിസ്റ്റൻസി. നിങ്ങൾ പാഷനെ പിന്തുടർന്നാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചോളണം എന്നില്ല. നിങ്ങൾ ആളുകൾക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളൊരു പാഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ആളുകൾക്ക് ക്വാളിറ്റിയുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളൊരു പാഷൻ മാത്രമായിരിക്കും നിങ്ങളുടെ മുമ്പിലുള്ളത്. അവിടെ കൺസിസ്റ്റൻസിക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവും. രുചി, അതേപോലെ സർവീസ്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നതിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നിങ്ങളുടെ അളവുകൾ ഇല്ലേ, ഇതിലൊന്നും നമ്മൾ വലിയ എന്ത് ചെയ്യില്ല, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നതിലേക്ക് നമ്മൾ പോവില്ല. അപ്പൊ എന്താണ് സംഭവിക്കുക? നമ്മുടെ ചിലവുകൾ വർദ്ധിക്കും. ഇൻഗ്രീഡിയൻസ് കൂടി കുറഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ആളുകൾക്ക് കൊടുക്കുന്ന പോർഷൻസ്, പ്ലേറ്റിംഗ് അല്ലേ, കഴിക്കാൻ കൊടുക്കുന്ന അളവില് നമ്മൾ കൃത്യമായിട്ടുള്ള അളവുകളൊന്നും കീപ്പ് ചെയ്യില്ല. അവിടെ ഒരു സിസ്റ്റം ഉണ്ടാവില്ല അതിന് എങ്ങനെയാണ് ഇവർക്ക് ഫുഡിന്റെ പോർഷൻസ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്നതിലും അത് സൂക്ഷിക്കുന്നതിലും അങ്ങനത്തെ കാര്യങ്ങളിൽ ഒന്നും നമുക്ക് എന്തുണ്ടാവില്ല, ഒരു കൃത്യമായിട്ടുള്ള സിസ്റ്റം ഉണ്ടാവില്ല. ഇതൊരു ബിസിനസ് ആയിട്ട് കാണുവാണെങ്കിലാണ് നമുക്ക് എന്ത് സംഭവിക്കുക, നമുക്ക് ഇതിൽ ഈ പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ നമ്മളുടെ ശ്രദ്ധ വരുള്ളൂ. മറ്റതെന്താ സംഭവിക്കുക? നമ്മൾ പണം മുടക്കുന്നു, സാധനം വാങ്ങുന്നു, ഉണ്ടാക്കുന്നു, ആളുകൾക്ക് കൊടുക്കുന്നു, അതിന് നമ്മളൊരു വില നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രൈസിങ് സ്ട്രാറ്റജി ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ വില നിശ്ചയിച്ചിട്ടുണ്ട്, ആളുകൾക്ക് കൊടുക്കുന്നു, ആളുകൾ അത് കഴിക്കുന്നു, നമുക്ക് പണം തരുന്നു. ലാസ്റ്റ് മന്ത് എൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നഷ്ടത്തിലൂടെ പോകുന്നു, ഇല്ലേ? ഇവിടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളുടെ കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. നമ്മൾ കൊടുക്കുന്ന സർവീസിന് നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നില്ല. ഇങ്ങനെയെല്ലാം വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മളുടെ ബിസിനസ്സിൽ വർക്ക് ചെയ്യാതെ വരും. വർക്ക് ചെയ്യാതെ വരുമ്പോൾ എന്താ സംഭവിക്കുക? കസ്റ്റമർ അൺസാറ്റിസ്ഫൈഡ് ആവും. വന്ന കസ്റ്റമർ വീണ്ടും തിരിച്ചു വരാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും?
നമ്മളുടെ ബിസിനസ് പരാജയത്തിലേക്ക് പോകും. അപ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാവേണ്ടത്? നമ്മുടെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യണം നമ്മൾ. എന്തൊക്കെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്? ഒന്ന്, നിങ്ങളുടെ ഫ്രണ്ട് ഹൗസ് അഥവാ നിങ്ങളുടെ ഡൈനിങ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള നല്ലൊരു സിസ്റ്റം നിങ്ങളുടെ ഡൈനിങ് ഏരിയയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ദെൻ അടുത്തത് നമ്മുടെ കിച്ചണാണ്, ബേക്ക് ഹൗസ് എന്ന് പറയുന്നത്. ഈ കിച്ചണിൽ പ്രൊഡക്ഷനും ടൈമിങ്ങും അതേപോലെ തന്നെ കൺസിസ്റ്റൻസിയും കീപ്പ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള നല്ലൊരു സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്യണം. മൂന്നാമതൊരു സിസ്റ്റം കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്, മാനേജ്മെന്റ് സിസ്റ്റം. അവിടെയാണ് നമ്മുടെ പർച്ചേസ്, നമ്മുടെ HR മാനേജ്മെന്റ്, നമ്മുടെ ഫിനാൻസ് മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനും കൃത്യമായിട്ട് നമുക്കൊരു സിസ്റ്റം ഉണ്ടാവണം. ഈ 3 സിസ്റ്റവും കൃത്യമായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സിനെ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് പരാജയപ്പെടും. കാരണം ഇന്ന് റെസ്റ്റോറൻറ്റുകൾ പരാജയപ്പെടുന്നതിൽ ഒരു 60 മുതൽ 80% വരെ റെസ്റ്റോറൻറ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരൊന്നും സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കില്ല പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ അവർ പറയുന്ന കാരണം എന്താ? ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുത്താൽ റെസ്റ്റോറൻറ്റ് വിജയിക്കും. ഇത് നമ്മൾ വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാ അല്ലേ? എന്തുകൊണ്ട് റെസ്റ്റോറൻറ്റുകൾ ഈ ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുത്തിട്ട് ആളുകൾ റെസ്റ്റോറൻറ്റുകൾ വിജയിക്കുന്നില്ല? ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടോ വിപണിയിൽ? അതൊന്നുമില്ലല്ലോ. ആളുകളുടെ എണ്ണം ദിനം പ്രതി കൂടി വന്നുകൊണ്ടിരിക്കുക. പിന്നെ എന്തുകൊണ്ടാണ് റെസ്റ്റോറൻറ്റുകൾ പരാജയപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നത്? കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ റെസ്റ്റോറൻറ്റുകൾ ഈ വർഷം പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാവും ഇല്ലേ? ആളുകളുടെ എണ്ണമാണെങ്കിൽ, കസ്റ്റമറുടെ എണ്ണമാണെങ്കിൽ കുറയുന്നുമില്ല. എന്താണ് കാരണം? ആരംഭിക്കുന്ന റെസ്റ്റോറൻറ്റുകളിൽ 80%-ലധികം റെസ്റ്റോറൻറ്റുകളും ആദ്യ വർഷം തന്നെ സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വിപണിയിലെ പഠനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു 3 വർഷം ആകുമ്പോഴേക്ക് 80%-ലധികം ബിസിനസ്സുകളും അടച്ചുപൂട്ടി പോകുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ കാണുന്ന തെളിവുകളാണ്. ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു വിപണിയിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു മാർക്കറ്റിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ, അവിടെ ഏറ്റവും കൂടുതൽ ഷട്ടർ ഇട്ടിരിക്കുന്ന ഷോപ്പുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കഫേകൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളായിരിക്കും. ഇതാണ് ആ റെസ്റ്റോറൻറ്റിലും ആ കഫേകളിലും അവിടെ ഉപയോഗിക്കേണ്ട സിസ്റ്റം, കൃത്യമായിട്ടുള്ള യൂസർ മാനുവൽ എന്ന് പറയാം നമുക്ക്. ആ റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്യാൻ വേണ്ട യൂസർ മാനുവൽ ആയിട്ടുള്ള SOPs ആ റെസ്റ്റോറൻറ്റുകളിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അവർക്ക് ചില ധാരണകൾ ഉണ്ടായിരുന്നു. ആ ബിസിനസ് ഉടമയ്ക്ക് ചില ധാരണകളുണ്ട്. ആ ധാരണകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ റെസ്റ്റോറൻറ്റ് മുമ്പോട്ട് പോയത്. അങ്ങനെ പോകുമ്പോൾ ആ റെസ്റ്റോറൻറ്റുകൾ എന്ത് സംഭവിക്കും? പാതി വഴിയിലെത്തുമ്പോൾ സ്റ്റെക്കാവും. പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളത് അറിയാത്ത രൂപത്തിലേക്ക് അവരവിടെ സ്റ്റെക്കായി പോവുക. അവിടെ വെച്ച് അവരെന്ത് ചെയ്യാം? ഒന്നുകിൽ കൈമാറ്റം ചെയ്യപ്പെടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അടച്ചു പൂട്ടിപ്പോകും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു SOPs ഉണ്ടെങ്കിൽ മാത്രമാണ് റെസ്റ്റോറൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുമ്പോട്ട് വളരാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. വളർച്ചയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അവിടെ നിന്ന സ്ഥലത്ത് തന്നെ മുരടിച്ചു പോകുന്ന അവസ്ഥയിലേക്കും പിന്നീട് അത് പരാജയത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കും റെസ്റ്റോറൻറ്റുകളും കഫേകളും മാറും. അടുത്തത് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇന്ന് റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഫുഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം ഇന്ന് റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഫുഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളുടെ കടന്നുവരവ്, മാർക്കറ്റിലേക്കുള്ള കടന്നുവരവ് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കൂടുതൽ ആളുകൾ, ഫുഡ് ബിസിനസ് എന്ന് പറയുന്നത് ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് ഫുഡ് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന, ബിസിനസ് രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് ഫുഡ് ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ഫുഡ് ബിസിനസ്സിൽ വിപണിയിൽ വലിയ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഈ മത്സരത്തിനിടയിൽ നിങ്ങളുടെ ബിസിനസ്സിനെ വേറിട്ട് നിർത്താനും നിങ്ങളെ തേടി കസ്റ്റമർ വരുന്നതിനും സഹായിക്കുന്ന മാർഗം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ്.
ഇവിടെ നമ്മൾ നമ്മുടെ ഒരു പാഷനുമായിട്ട് ഇറങ്ങിച്ചെന്ന് നമ്മുടെ വിപണിയിൽ ഒരു റെസ്റ്റോറൻറ്റ് അങ്ങ് ആരംഭിച്ച് നമ്മൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ റെസ്റ്റോറൻറ്റ് അങ്ങ് ആരംഭിക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ല എങ്കിൽ നമ്മൾ നമ്മുടെ പണം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് അതിൽ കാണാൻ കഴിയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ വിപണിയിൽ ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിക്കുന്നുണ്ട് എങ്കിൽ ആ റെസ്റ്റോറൻറ്റ് എങ്ങനെ വ്യത്യസ്തമാകണം എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് മാർക്കറ്റ് സ്റ്റഡി നടത്തി നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ വിപണിയിലുള്ള മറ്റുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ എങ്ങനെ വ്യത്യസ്തമായിട്ട് നിർത്താം? എന്തുകൊണ്ട് എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് കസ്റ്റമർ എന്നെ തേടി വരണം, എൻ്റെ റെസ്റ്റോറൻറ്റിനെ തേടി വരണം എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം ഉണ്ടാവണം. മറ്റുള്ള ആളുകൾ വിൽക്കുന്ന സെയിം മെനു നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ വെച്ചുകൊണ്ട് നിങ്ങളും വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് വ്യത്യസ്തതയാണ് ഉണ്ടാവുക? ഒരു വ്യത്യസ്തത ഉണ്ടാവില്ല. കസ്റ്റമർ നിങ്ങളെ തേടി വരില്ല. കസ്റ്റമർ ഇല്ലാത്ത റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ കസ്റ്റമർ ഇല്ലാത്ത ബിസിനസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് അടച്ചുപൂട്ടി പോകും, ഇല്ലേ? ചെലവ് വർദ്ധിക്കും. കസ്റ്റമറുടെ എണ്ണം കുറയുമ്പോൾ ചെലവ് വർദ്ധിക്കും. ഇതിനെ നമുക്ക് തരണം ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ ഈ മാർക്കറ്റിംഗിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രൂപത്തിൽ ശ്രദ്ധ കൊടുക്കണം. മാർക്കറ്റിംഗിന്റെ ഓരോ ഘട്ടങ്ങളും നമ്മുടെ ബിസിനസ്സിലേക്ക് റവന്യൂ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പറ്റണം. ഇന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മാർക്കറ്റിംഗ് രീതി എന്ന് പറയുന്നത് സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗ് രീതികളാണ്. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകളെ ആളുകളുടെ മനസ്സിലേക്ക് പതിപ്പിക്കുന്ന രീതിയിലുള്ള സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗ് രീതികളാണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റുകൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാറുള്ളത്. ഈ ഒരു സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ ലേസർ മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റും. എന്താണ് ലേസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ലേസർ ബീം എത്ര ഫാസ്റ്റ് ആയിട്ടാണോ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി പതിയുന്നത്, ആ രൂപത്തിലേക്ക് കസ്റ്റമറുടെ ഇമോഷനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗിന് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് രീതികൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് റെസ്റ്റോറൻറ്റുകൾക്ക് സക്സസ് ആവാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. നമ്മളുടെ പാഷനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്കിതിന് സാധിക്കില്ല. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചാനലുകൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ, അതേപോലെ തന്നെ യൂട്യൂബ്, അതേപോലെ വാട്സപ്പ്, ഇതേപോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളാണ് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ചാനലുകൾ. ഇതിൽ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ എത്രത്തോളം കഴിയുമോ, എത്രത്തോളം ആളുകളുമായിട്ട് ഇമോഷണലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, അത്രത്തോളം നിങ്ങളുടെ ബിസിനസ്സിനെ തേടി കസ്റ്റമർ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം, പല റെസ്റ്റോറൻറ്റുകളും, പല ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ നിങ്ങൾ എടുത്തു, ചെറിയ ചെറിയ കാഷ്വൽ റെസ്റ്റോറൻറ്റുകളെ നിങ്ങൾ എടുത്തു, അവിടെ ഭക്ഷണം കഴിക്കാൻ ആളുകളുടെ തിക്കും തിരക്കുമാണ്, അല്ലേ? എന്താ കാരണം? അവർ സോഷ്യൽ മീഡിയയിൽ വലിയ സാന്നിധ്യമാണ് അവർക്കുള്ളത്, വലിയ ഫോളോവേഴ്സിന് അവർ ഉണ്ടാക്കിയെടുക്കുന്നു. ആളുകൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിലേക്ക് പോകുന്നു. എങ്ങനെ ഇത് സംഭവിക്കുന്നത്? സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗ് ആണത്. ആളുകളുടെ ഇമോഷനെ കണക്ട് ചെയ്തുകൊണ്ട് അവരുടെ കണക്ഷനുള്ള ആളുകളിലേക്ക് ആ ഇമോഷനെ എന്ത് ചെയ്യാണ്? എനർജി ലെവലായിട്ട് പാസ് ചെയ്ത് കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും ഈ ഒരു റിസോഴ്സ്, സോഷ്യൽ മീഡിയ എന്നുള്ള റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ആളുകളുടെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തുകൊണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തുകൊണ്ട് ആ റെസ്റ്റോറൻറ്റ് വളർന്നുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിനെയും വളർത്താൻ വേണ്ടി കഴിയില്ലേ? നമ്മളുടെ നമുക്ക് മെനു എഞ്ചിനീയറിംഗ് വഴി നമുക്ക് നല്ല അടിപൊളി യുണീക്കായിട്ടുള്ള ഷോർട്ടൺ ചെയ്ത കുറഞ്ഞ മെനുകൾ വെച്ചിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ് നമ്മൾ റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. നമുക്ക് 400-500 മെനുകളൊന്നും നമ്മുടെ മെനു കാർഡിൽ ഉണ്ടാവാൻ പാടില്ല. വളരെ ഷോർട്ടൺ ചെയ്ത മെനു കാർഡായിരിക്കണം നമ്മുടെ കയ്യിലുള്ളത്.
ആളുകൾ വരുന്നു, പെട്ടെന്ന് അവര് കഴിക്കാൻ വരുമ്പോൾ തന്നെ അവരുടെ പല ആഗ്രഹങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ മെനു കാർഡ് എടുക്കുമ്പോഴേക്ക് അവരുടെ കാച്ച് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പേസ്റ്റ് ചെയ്തിരിക്കണം. അവിടെ അത് നോക്കുന്നു, അവർ ആ പിക്ചർ കാണുന്നു, അവർ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അട്രാക്റ്റ് ആവുന്നു, അവരത് ഓർഡർ ചെയ്യുന്നു. നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മെനു ആയിരിക്കും അത്, അല്ലേ? ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പം മെനു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗ് രീതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. ആളുകളെ അവരുടെ ഇമോഷനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള മെനു സെറ്റിംഗ് രീതികൾ നമ്മുടെ മെനു കാർഡുകളിൽ നമ്മൾ കൊണ്ടുവരണം. ഇരിക്കുന്ന ആംബിയൻസുകളിലും അവിടുത്തെ മ്യൂസിക്കിലും അവിടുത്തെ സർവീസിലും ആളുകൾക്ക് എന്ത് ചെയ്യണം? അവരുടെ ഇമോഷനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. ആ രൂപത്തിലായിരിക്കണം അവിടുത്തെ ആംബിയൻസുകൾ നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് റെസ്റ്റോറൻറ്റുകൾ ഇന്ന് വിജയത്തിലേക്ക് എത്തുക. നമ്മൾ പറയും ഇതൊന്നും വേണ്ട, അതൊക്കെ പൈസ ചെലവാകുന്ന കാര്യങ്ങളാ. പണം കുറച്ച് നമ്മൾ ചെലവഴിക്കേണ്ടിടത്ത് ചെലവഴിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? സക്സസ് ആയിട്ട് ഇന്നത്തെ വിപണിയിൽ നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇത് നമ്മുടെ പല ആളുകളും അല്ലെങ്കിൽ പല റെസ്റ്റോറൻറ്റ് ഉടമകളും എന്ത് ചെയ്യുന്നു? ഇതിനെ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഒന്ന്, യാഥാസ്ഥിതികമായിട്ട് നമ്മുടെ ഒരു ബിസിനസ്സിനെ നോക്കി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. എന്താണ് ആ പ്രശ്നം? നമ്മുടെ റെസ്റ്റോറൻറ്റിനെ നമ്മൾ സാധാരണഗതിയിലുള്ള ഒരു ബിസിനസ് ആയിട്ട് മാത്രം കാണുന്ന സമയത്ത്, സാധാ ബിസിനസ്സുകളായിട്ട്, റെസ്റ്റോറൻറ്റ് ബിസിനസ്സിന് അപ്പുറത്തേക്ക് ഒരു ബിസിനസ് ആയിട്ട് കാണുമ്പോൾ, ഇവിടെ എന്തെങ്കിലും ഉൽപ്പന്നം വിറ്റാൽ പൈസ കിട്ടില്ലേ? ഉൽപ്പന്നം വിറ്റാൽ പോരെ? ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആളുകൾ വന്ന് വാങ്ങിക്കോളും, അവർ പൈസ തന്ന് പോയിക്കോളും. ഇതൊക്കെയാണ് ആളുകളുടെ ഒരു തെറ്റായ ധാരണ. നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ വന്ന് വാങ്ങാൻ മാത്രം തയ്യാറുള്ള ആളുകളല്ല വിപണിയിലുള്ളത്. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികൾ കൂടി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, അതിനനുസരിച്ചുള്ള ഹുക്കുകൾ നമ്മൾ വിപണിയിലേക്ക് എറിയുമ്പോൾ, ആ ഹുക്കിൽ കുടുങ്ങിയിട്ട് വേണം നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1,00,000 രൂപയുടെ ബിസിനസ് ഒരു ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് 10,000 രൂപയുടെ ബിസിനസ് പോലും നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നിങ്ങളുടെ ദിനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇന്നത്തെ വിപണിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇന്നത്തെ വിപണിയിൽ നിങ്ങൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷെ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ പല ആളുകളും പണം കൊണ്ടുപോയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വെറുതെ കളയാണ്. ഞാൻ പറഞ്ഞ അങ്ങനെ നിങ്ങൾ പണം കളയരുത്. നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ടാർഗറ്റ് ഓഡിയൻസിനെ നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അവരെവിടെയൊക്കെയാണ് സമയം ചെലവഴിക്കുന്നത്, അവരെ ഏത് കണ്ടന്റുകളാണ് ഏറ്റവും കൂടുതൽ വീക്ഷിക്കുന്നത്, അവർക്ക് എന്തിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ അതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. പഠിച്ചിട്ട് അതിനനുസരിച്ചുള്ള കസ്റ്റമറിലേക്കാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. ഇപ്പൊ ലാസ്റ്റ് ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് ഉടമയായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറയുന്നു, ഞാൻ മാസം 2 ലക്ഷം രൂപയോളം സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്നു. പക്ഷേ എനിക്ക് ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് 80,000 രൂപ 85,000 രൂപേൻ്റെ ബിസിനസ്സേ നടക്കുന്നുള്ളൂ. 140ഓളം സീറ്റുകളുള്ള നല്ല ഫൈൻ ഡൈൻ റെസ്റ്റോറൻ്റ് ആണ് എൻ്റെത്. ഇവിടെയാണ് പരാജയം സംഭവിക്കുന്നത്. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അവരുടെ പ്രിഫറൻസുകളെ നിങ്ങൾ പ്രാധാന്യത്തിൽ എടുത്തിട്ടില്ല. അവർക്ക് വേണ്ട സർവീസുകളും ഫുഡുകളും മെനുകളും ഡിഷസുകളും നിങ്ങൾ ചിലപ്പം പ്രാധാന്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കില്ല നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസികളുമായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും. ഏജൻസി പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ഇത്ര രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളൂ, ഞങ്ങൾ ഇത്ര ആളുകളിലേക്ക് റീച്ച് എത്തിച്ചോളാം. നമുക്ക് വല്ല ബെനിഫിറ്റും ഉണ്ടോ? 1,00,000 ആളുകൾ കണ്ടു, നമുക്ക് എന്ത് ബെനിഫിറ്റാ? നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ടുള്ള
10,000 ആള് ഇത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റാ. അല്ലാതെ 1,00,000 ആളുകളെ അല്ലെങ്കിൽ 2,00,000 ആളുകളെ 10,00,000 ആളുകളെ ഞങ്ങൾ വ്യൂവർഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിന് എന്ത് ബെനിഫിറ്റ് ഉണ്ട്? ഒരു ബെനിഫിറ്റും ഇല്ല. അങ്ങനെ ചെയ്യുന്ന അഡ്വർടൈസ്മെന്റിൽ നിന്ന് ഒരു കൺവേർഷൻ പോലും നിങ്ങൾക്ക് ചിലപ്പം കിട്ടിയിട്ടുണ്ടാവില്ല. വന്ന കസ്റ്റമർ തിരിച്ചു വരാത്ത രൂപത്തിലുള്ള അത്തരത്തിലുള്ള കസ്റ്റമർ നമുക്ക് വന്നിട്ട് കാര്യമില്ല. വന്ന കസ്റ്റമറെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലുള്ള സ്ട്രാറ്റജികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്യുക, അവരുടെ പ്രിഫറൻസുകൾ അറിയുക, അവരുടെ പ്രിഫറൻസുകൾ അനുസരിച്ച് നിങ്ങളുടെ മെനുകളും നിങ്ങളുടെ ഡിഷസുകളും നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്കറ്റ് ചെയ്യുക. നിങ്ങളുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ സക്സസ് ആകും എന്നുള്ളതിന് ഞാൻ നിങ്ങൾക്ക് ഷുവർട്ടി തരാം. 100% നിങ്ങളുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ സക്സസ് ആവും. അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ചോദ്യമാണ് എന്താണ് ഉണ്ടാവാറുള്ളത്, വിപണിയിലുള്ള എല്ലാ റെസ്റ്റോറൻറ്റുകൾക്കും ഇത്തരത്തിൽ മാർക്കറ്റിംഗ് ചെയ്താൽ വിജയിക്കാൻ പറ്റുമോ? ഒരു വിപണിയിലുള്ള 5 റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ 5 റെസ്റ്റോറൻറ്റിനും ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിൻ വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്തമായ ടാർഗറ്റ് ഓഡിയൻസിനെ ആയിരിക്കും അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. വ്യത്യസ്തമായ മെനുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും അവരെ ബ്രാൻഡിങ് ചെയ്യുന്നത്. വിജയിക്കില്ലേ? വിജയിക്കും. അവിടെയാണ് നമ്മുടെ കഴിവ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന ഒരു പാഷന്റെ പിന്തുടർത്തിക്കൊണ്ട് ആർക്കും തുടങ്ങാം. നിങ്ങൾക്ക് എന്നുള്ളതല്ല, ആർക്കും തുടങ്ങാം. കയ്യിൽ പൈസയും ഒരു പാഷനും ഉണ്ടെങ്കിൽ ആർക്കും പോയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാം. തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, നടത്തിക്കൊണ്ട് പോകാനാണ് ബുദ്ധിമുട്ട്. അപ്പം നടത്തിക്കൊണ്ട് പോകുന്നതിനാണ് ഈ ഒരു മാർക്കറ്റിംഗ് രീതി നമ്മൾ പിന്തുടരേണ്ടത്. ഇങ്ങനെ പിന്തുടർന്നിട്ടില്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകൾ പാതി വഴിയിൽ എന്ത് ചെയ്യും? നിലച്ചു പോകും. അവർക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല. ദെൻ അടുത്തത് കസ്റ്റമർ എക്സ്പീരിയൻസാ. കസ്റ്റമർ എക്സ്പീരിയൻസ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാറുള്ളത് കസ്റ്റമർ എക്സ്പീരിയൻസ് ഈസ് ഈക്വൽ ടു റവന്യൂ എന്നാ പറയാം. ഞാൻ പറയാറുള്ളത് അങ്ങനെ. നിങ്ങൾ കസ്റ്റമർക്ക് എത്രയും നല്ല എക്സ്പീരിയൻസ് കൊടുക്കുന്നോ അത്രയും നിങ്ങൾക്ക് വരുമാനം കൂടിക്കൊണ്ടിരിക്കും. കാരണം ആ കസ്റ്റമർ വീണ്ടും വീണ്ടും തിരിച്ചു വരും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പൊ ഈ കസ്റ്റമർ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ജീവനക്കാരെ ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇന്ന് നമ്മുടെ വിപണിയിൽ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളിൽ 90% റെസ്റ്റോറൻറ്റുകളിലും ജീവനക്കാർ ട്രെയിൻഡ് അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം. റെസ്റ്റോറൻറ്റുകൾ നേരിടുന്ന പ്രതിസന്ധികളിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, വിപണിയിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ 90%-ലധികം റെസ്റ്റോറൻറ്റുകളിലും ജീവനക്കാർ ട്രെയിൻഡ് അല്ല. നിങ്ങൾ ഓരോ ആളുകളും നിങ്ങളുടെ റെസ്റ്റോറൻറ്റിന് എടുത്തൊന്ന് നോക്കിയോളൂ. നിങ്ങളുടെ ജീവനക്കാരെ നിങ്ങൾ ട്രെയിനിങ് കൊടുത്ത് പെർഫെക്റ്റ് ആക്കി അവരെ അപ്സെൽ ചെയ്യുന്നതിനും ക്രോസ് സെൽ ചെയ്യുന്നതിനും അവരുടെ കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്? എന്തൊക്കെ ട്രെയിനിങ് നിങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? കാരണം ഇത് കൊടുക്കാത്തിടത്തോളം കാലം ഇവരെന്താണ് ചെയ്യുന്നത്? അവർക്ക് അറിയുന്ന രീതിയിൽ അവർ എന്ത് ചെയ്യും? അവർ സേഫ് സോണിലാണ് നിൽക്കുന്നത്, അല്ലേ? ജീവനക്കാരെന്ന് പറയുന്നത് അവരെപ്പോഴും ഒരു സേഫ് സോണിലാണ് നിൽക്കുന്നത്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം ലാഭിക്കാൻ വേണ്ടി കഴിയും, അവരുടെ പ്രവർത്തികളിലുള്ള അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റികളിലുള്ള എനർജി ലോസിങ് എത്രത്തോളം കുറയ്ക്കാൻ വേണ്ടി കഴിയും, എങ്ങനെയൊക്കെ അവർക്ക് കുറച്ച് സമയം റെസ്റ്റ് കൂടുതൽ എടുക്കാൻ വേണ്ടി പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും? അവരവരുടെ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ വരുന്ന സമയത്ത് കസ്റ്റമർക്ക് കിട്ടേണ്ട സർവീസ് വളരെ കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും ഓരോ ജീവനക്കാരിൽ നിന്നും. അതേപോലെ തന്നെ നമ്മൾക്ക് ഓരോ ജീവനക്കാരിൽ നിന്ന് കിട്ടേണ്ട പ്രൊഡക്ടിവിറ്റി ഉണ്ട്, ഇല്ലേ? റവന്യൂ. ഈ റവന്യൂ നമ്മൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാവില്ല, നമുക്കറിയില്ല. അങ്ങനെ നമ്മൾ അവർക്ക് ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ടാവും, പക്ഷേ
നമ്മൾ അവർക്ക് കൃത്യമായിട്ടുള്ള എത്ര രൂപ നിന്നിൽ നിന്ന് എനിക്ക് വരുമാനം ലഭിക്കണം എന്നുള്ളത് നിങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല, അദ്ദേഹത്തിന് അതിനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവില്ല. ഇതൊക്കെയാണ് ട്രെയിനിങ്ങിന്റെ പോരായ്മകൾ എന്ന് പറയുന്നത്. ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങളൊരു ജീവനക്കാരന് ഒരു 20,000 രൂപ ശമ്പളം കൊടുത്തിട്ടാണ് ഒരു വെയിറ്റർ ആയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കരുതുക. ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ജീവനക്കാരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട വരുമാനം എത്രയാണ്? നമുക്ക് ചിലപ്പോൾ 20,000 രൂപ ശമ്പളം കൊടുക്കണമെങ്കിൽ ഒരു ദിവസം നമ്മൾക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒരു 30,000 രൂപയുടെ വരുമാനം ഉണ്ടാവണം. 30,000 രൂപയുടെ വരുമാനം ഓരോ ദിവസം കിട്ടിയെങ്കിൽ മാത്രമാണ് ഒരു മാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? 20,000 രൂപ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ദിവസം 10,000 രൂപയെ അദ്ദേഹം തരുന്നുള്ളൂ. കാരണം എന്താ? കസ്റ്റമർ ഇല്ല, അല്ലെ കസ്റ്റമർ അത്രേ കഴിച്ചുള്ളൂ. കസ്റ്റമർ വന്ന് ഓർഡർ ചെയ്ത ഉൽപ്പന്നങ്ങൾ ഇതൊക്കെയാണ്. കസ്റ്റമർ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല. ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അദ്ദേഹം പറയുന്ന കാരണങ്ങളും എക്സ്ക്യൂസുകളും കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ് ബിസിനസ് ഉടമ എങ്കിൽ അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റ് എന്നും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന റെസ്റ്റോറന്റ് ആയിട്ട് മാറും. പകരം ആ ഉണ്ടായ കാരണത്തിന്റെ പരിഹാരം ഇന്നതാണ്, ഈ രൂപത്തിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും, ആ വന്ന ആളിൽ നിന്ന് ഇത്ര രൂപ ടിക്കറ്റ് വാല്യൂ കിട്ടണം. ടിക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു പെർ ഹെഡ് ഇത്ര രൂപ വരുമാനം ലഭിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ ജീവനക്കാരനെ നിങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റ് അവിടെ ഉപയോഗിക്കും. ആളുകളോട് സംസാരിക്കുന്ന രീതി അതായിരിക്കും. അവിടെയാണ് ക്രോസ് സെല്ലിങ്ങും അപ്സെല്ലിങ്ങും ഒക്കെ നടക്കുന്നത്. ഇത് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്ത് സംഭവിക്കും? പ്രോഫിറ്റബിൾ അല്ലാതെ പോകും, പരാജയപ്പെട്ടു പോകും. അപ്പൊ നമുക്ക് എന്ത് വേണം? നമ്മളുടെ ജീവനക്കാരെ ട്രെയിൻ ചെയ്തെടുത്തുകൊണ്ട്, നല്ല കസ്റ്റമർ സർവീസ് കൊടുത്തുകൊണ്ട്, കസ്റ്റമർക്ക് കൂടുതൽ വിൽപ്പന നടത്തിക്കൊണ്ട് നമ്മളുടെ റെസ്റ്റോറൻറ്റിലേക്ക് കൂടുതൽ വരുമാനം കൊണ്ടുവരുന്ന ആളുകളാക്കിയിട്ട് ഇവരെ മാറ്റണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് വളരാനുള്ള അവസരം കൊടുക്കണം, അവർക്ക് നല്ല വരുമാനം കൊടുക്കണം, അവർക്ക് നല്ല ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിനുള്ളിൽ ഒരുക്കണം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബിസിനസ് എന്നുള്ള രൂപത്തിലുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ ചെയ്യണം. നമ്മൾ നമ്മുടെ ഒരു പാഷനെ മാത്രം പിന്തുടർന്നുകൊണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് ആരംഭിച്ച ഇതൊന്നും നമ്മൾ പരിഗണിക്കില്ല. അവിടെയാണ് അതിന്റെ പ്രശ്നം കിടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 90% റെസ്റ്റോറൻറ്റുകളിലും ട്രെയിൻഡ് സ്റ്റാഫുകളല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട്. ഇവരുടെ എംപ്ലോയി ടേൺ ഓവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്താ കാരണം എംപ്ലോയി ടേൺ ഓവർ വർദ്ധിക്കാൻ? ഇവർ നിലനിൽക്കില്ല നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ. ഇവരൊരാഴ്ച കഴിയുമ്പോൾ ഇവർക്ക് 100 രൂപ എവിടെ നിന്ന് കൂടുതൽ കിട്ടും എന്ന് അറിയുമ്പോൾ ഇവർ ഇവിടുന്ന് പോകും, ഇല്ലേ? അടുത്ത ആളെ കൊണ്ടുവന്ന് നിങ്ങൾ പഠിപ്പിച്ച് വരുമ്പോഴേക്ക് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, കസ്റ്റമർ ഒരുപാട് പോയിട്ടുണ്ടാവും. അപ്പൊ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിന്റെ ഗ്രോത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്കാണ്. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റുകൾ നിരന്തരം പരാജയപ്പെടുന്ന കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മൾ കണ്ടെത്തുന്ന കാരണം സ്റ്റാഫിനെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ വിൽക്കുന്നതിന് വില കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള കാരണങ്ങളാണ് നമ്മൾ കണ്ടെത്തുന്നത്. പക്ഷെ ഇതിനൊക്കെ പരിഹാരം വേണ്ടേ? പരിഹാരം കൊണ്ടുവരണ്ടേ? പരിഹാരം ഇല്ലേ? ഈ ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം ഉണ്ടാവണം. കാരണം ഇതിനൊക്കെ പരിഹാരമുണ്ട്. വർഷങ്ങളായിട്ട് റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാം, കാലാകാലങ്ങളിലായിട്ട് വിപണിയിൽ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാൻ കഴിയാത്ത പല സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴാണ് അതിനെ മറികടക്കാനുള്ള സ്ട്രാറ്റജികൾ ബിസിനസ്സുകാർ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവന്നത്, അല്ലേ? എന്താണ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജനറൽ മെനുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? യുണീക്ക് ആയിട്ടുള്ള മെനുകൾ ഇംപ്ലിമെന്റ് ചെയ്ത് അത് കൂടുതൽ വിൽപ്പന നടത്തുന്നതിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടി വിൽക്കാൻ വേണ്ടി നമുക്ക് പറ്റും. ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യും. കാരണം അത് നമ്മളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ, ആ രുചി നമ്മളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ, ആ സർവീസ്, ആ പ്രസന്റേഷൻ, ആ കാര്യം, മറ്റുള്ള അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ എല്ലാം നമ്മളിലേ ഉള്ളൂ എങ്കിൽ ആ ഉൽപ്പന്നം കഴിക്കാൻ ആളുകൾ നമ്മളിൽ തന്നെ വരും.
ഇല്ലേ? അപ്പൊ അതിനനുസരിച്ച് വില നമുക്ക് കിട്ടും. അതേസമയം നമ്മൾ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ എല്ലാ ആളുകളുടെ കയ്യിലുള്ള ഉൽപ്പന്ന, പൊറോട്ട, മീൽസ്, ബിരിയാണി, മന്തി, എല്ലാം എല്ലാം നമ്മൾ തൊട്ടടുത്തുള്ള നമ്മുടെ വിപണിയിലുള്ള എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഒരേപോലെ വിൽപ്പന നടത്തുന്ന ജനറൽ മെനുകൾ നമ്മൾ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ ആളുകൾ എന്താ സംഭവിക്കുക? നിങ്ങളുടെ വില കമ്പയർ ചെയ്യാൻ തുടങ്ങും, ഇല്ലേ? നിങ്ങളുടെ സർവീസ് കമ്പയർ ചെയ്യാൻ തുടങ്ങും, നിങ്ങളുടെ മറ്റുള്ള ആക്ടിവിറ്റീസുകൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും, നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. നിലനിൽക്കാൻ കഴിയില്ല വിപണിയിൽ. അപ്പം നല്ല ട്രെയിൻഡ് സ്റ്റാഫിനെ കൊണ്ടുവരിക. ആ ട്രെയിൻഡ് സ്റ്റാഫിനെ നമുക്ക് എന്ത് ചെയ്യാം? കസ്റ്റമർ സർവീസ് വർദ്ധിപ്പിക്കുന്നതിലേക്ക് കൊണ്ടുപോവുക. അതേപോലെ നിങ്ങളുടെ വിപണിയിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള ബിസിനസ് ആക്കിയിട്ട് നിങ്ങൾ മാറ്റുക. ദെൻ അടുത്ത മറ്റൊരു പോയിന്റ് കൂടെ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ബാക്കിയുള്ള 4 പോയിന്റുകളെയും ബേസ് ചെയ്തുകൊണ്ടാണ് ലാസ്റ്റ് പോയിന്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, അഥവാ 5th പോയിന്റ്. 5 കാരണങ്ങൾ കൊണ്ടാണ് റെസ്റ്റോറൻറ്റ് പരാജയപ്പെടുക എന്നുള്ളത് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ മാറ്റം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ 5 കാരണങ്ങൾ കൊണ്ട്, ഈ 5 കാരണങ്ങൾ കൊണ്ട് റെസ്റ്റോറൻറ്റ് പരാജയപ്പെടുന്നത്. 5ാമത്തെ പോയിന്റ്, കണക്കുകളെ കഥ പറയുന്നതായിരിക്കണം നിങ്ങളുടെ റെസ്റ്റോറൻറ്റ്. നിങ്ങളുടെ ഇമാജിനേഷനോ നിങ്ങളുടെ ഇമോഷനോ നിങ്ങളുടെ പാഷനോ ഒന്നുമല്ല നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ വിജയത്തിലെത്തിക്കുക. നിങ്ങളുടെ കണക്കുകളാണ്. വരവ് ചിലവ് കണക്കുകൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അതിനനുസരിച്ചുള്ള അനലൈസിസ് ചെയ്ത് അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസുകൾ കൊണ്ടുവന്ന് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതൊരു പാഷനെ മുൻനിർത്തി വന്ന ഒരാളൊന്നും ചെയ്യില്ല. അയാൾക്ക് എന്തായിരിക്കും പാഷൻ ഉണ്ടാവുക? അയാളുടെ ഒരു ഹോബി അല്ലെങ്കിൽ ഒരു പാഷൻ അയാൾ ബിസിനസ്സാക്കി മാറ്റിയതാണെങ്കിൽ അയാൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിയിലും അതിൻ്റെ ക്വാണ്ടിറ്റിയിലും അതിൻ്റെ രുചിയിലും ഒക്കെ ആയിരിക്കും അദ്ദേഹത്തിന് ഫോക്കസ് ഉണ്ടാവുക. അദ്ദേഹത്തിന് വരുന്ന വരുമാനത്തിന് എത്രയാണെന്ന് നോക്കാനോ, ചെലവുകൾ എത്ര വന്നു എന്നുള്ളത് നോക്കാനോ, ചെലവുകൾ എങ്ങനെയാണ് കൂടിയതെന്ന് നോക്കാനോ ഇങ്ങനെയുള്ള യാതൊരു അറിവുണ്ടാവില്ല. അല്ലെങ്കിൽ അറിവുണ്ടെങ്കിൽ അതിന് മെനക്കെടില്ല, അദ്ദേഹം തയ്യാറാവില്ല. അപ്പം നിങ്ങളുടെ കണക്കുകൾ നിങ്ങളുടെ P&L എടുത്ത് ഓരോ മാസവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസം, ഇന്നൊക്കെ നമുക്ക് ഓരോ ദിവസവും നമ്മളുടെ കണക്കുകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഇല്ലേ? നമ്മളുടെ പോസ്റ്റ് സിസ്റ്റം വെച്ച് നമ്മൾ ബില്ലിംഗ് ഒക്കെ ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റുകളും ഫോളോ ചെയ്യുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നിങ്ങൾക്ക് നോക്കി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ലേബർ കോസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു ജീവനക്കാരനൊരു ശമ്പളം ഫിക്സ് ചെയ്തിട്ടാണ് നിങ്ങൾ ജീവനക്കാരനെ വെച്ചത്. നിങ്ങൾക്ക് ഇത്ര രൂപ വരുമാനം വന്നെങ്കിലേ അദ്ദേഹത്തിന് അത്ര ശമ്പളം കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് ഫീസിബിൾ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം അത്രയും വരുമാനം ഉണ്ടാക്കുന്നില്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട് അദ്ദേഹം അത്രയും വരുമാനം ഉണ്ടാക്കി തരുന്നില്ല? എന്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ള പോരായ്മ? ഇതിനനുസരിച്ച് അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? നിങ്ങൾ ട്രെയിൻ ചെയ്തിട്ട് ആ വരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയണം. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ബില്ല്, നമ്മളിപ്പോൾ ഒരു ടിക്കറ്റ് സൈസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു, 250 രൂപ ഒരു കസ്റ്റമർ വന്നാൽ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് വരുമാനം വരണം, റവന്യൂ ഉണ്ടാവണം എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വന്ന് ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ 60 രൂപയോ 70 രൂപയോ തന്നു പോകുന്നുള്ളൂ എങ്കിൽ നമുക്ക് നമ്മുടെ ജീവനക്കാരിൽ നിന്ന് ആ ഫീഡ്ബാക്ക് എടുത്ത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു റവന്യൂവിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. അതിന് സൊല്യൂഷൻ കൊണ്ടുവരികയും അടുത്ത ബിസിനസ് വരുമ്പോൾ ആ 250ലേക്ക് എത്തിക്കാനുള്ള ഒരു സോഴ്സ് നമ്മൾ അവിടെ കൊണ്ടുവരികയും ചെയ്യണം. ഇതിന് എന്ത് വേണം? കണക്കുകളായിരിക്കണം നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മളുടെ ബിസിനസ്സിനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അതേപോലെ നമ്മുടെ മെനു, നമുക്ക് ചിലപ്പോൾ ഒരു 100-150 മെനു ഉണ്ടാവാം, അല്ലെ? ഒരു ഡിഷസുകൾ ഉണ്ടാവും നമ്മുടെ മെനുവിൻ്റെ ഉള്ളിൽ. ഇതിലെല്ലാം ഒന്നും നമുക്ക് ലാഭം നേടിത്തരുന്നുണ്ടാവില്ല, എല്ലാം കസ്റ്റമർ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. നമ്മളിത് വീണ്ടും വീണ്ടും ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുക. എന്തിനു നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ മെനുവിൽ ഉൾപ്പെടുത്തി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വാങ്ങി വെച്ച് അത് വേസ്റ്റ് ആക്കി കളഞ്ഞ് നമ്മൾ എന്തിനു നമ്മളുടെ ബിസിനസ്സിനെ പരാജയപ്പെടുത്തുന്നതിലേക്ക് നമ്മൾ തന്നെ പോകണം? ചിലപ്പോൾ നമ്മുടെ പാഷൻ ആയിരിക്കാം ഏതെങ്കിലും ഒരു ഉൽപ്പന്നം. ആ പാഷനിലുള്ള ഉൽപ്പന്നം ചിലപ്പോൾ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, നമ്മളത് വീണ്ടും വീണ്ടും വിൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും, ഇല്ലേ? അപ്പൊ കണക്കുകൾ നോക്കുക നിങ്ങൾ.
നിങ്ങളുടെ സെയിൽസ് ഡാറ്റ നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. നിങ്ങളുടെ സെയിൽസ് ഡാറ്റ എടുത്ത് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ഉൽപ്പന്നം ഏതാണ്, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ലാഭം നേടിത്തരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നാൽ മാത്രം പോരാ കേട്ടോ, അത് അങ്ങനെ ധരിക്കാൻ പാടില്ല. ആ വിൽപ്പന നടക്കുന്ന ഉൽപ്പന്നത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ലാഭം കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വിൽപ്പന, ഇന്നിപ്പം മീൽസ് ഒക്കെ വിൽക്കുന്ന പല റെസ്റ്റോറൻറ്റുകളും പറയുന്ന ഒരു കഥയുണ്ട്. മീൽസ് വിൽക്കുന്ന വൻ നഷ്ടത്തിലാണ് വിൽക്കുന്നത്. പക്ഷെ മീൽസ് വിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മീൽസിന് പകരം നിങ്ങൾ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നിട്ട് ആ സമയത്ത് നിങ്ങൾ ആളുകളെ ഒന്ന് താല്പര്യത്തോടു കൂടി ആളുകൾ വരുന്ന രൂപത്തിലേക്കുള്ള നല്ല ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് ആളുകളിൽ എത്തിച്ചിട്ട് അവരെ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനൊക്കെ ഒരുപാട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഇല്ലേ? മീൽസ് വൻ നഷ്ടത്തിലാണ് മീൽസുകൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്ന മീൽസ് എന്തിനു നിങ്ങൾ വിൽക്കണം? അപ്പം പറഞ്ഞാൽ ഇതില്ലാതെ കസ്റ്റമർ നിർത്താൻ കഴിയില്ല. കസ്റ്റമർ നിർത്താൻ കഴിയില്ല എന്നുള്ളത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. കസ്റ്റമറെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് സ്ട്രാറ്റജികളുണ്ട്. ഇത് മോഡേണൈസ് ചെയ്ത കാലമാണ്. ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് സ്ട്രാറ്റജികളുണ്ട്. ഇത്തരത്തിലുള്ള സ്ട്രാറ്റജികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ബിസിനസ്സിലെ കസ്റ്റമറെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. അവർക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ലാഭമുള്ള പ്രൊഡക്റ്റുകൾ അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അവരുടെ പർച്ചേസ് രീതികൾ മാറ്റുന്നതിലേക്ക് നിങ്ങൾ മാറണം. ഇല്ലേ? അങ്ങനെയാണ് മാറേണ്ടത്. അങ്ങനെ നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ബിസിനസ്സിന് വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതിനെന്ത് വേണം? നമ്മുടെ കണക്കുകൾ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് ഡാറ്റ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അഥവാ നമ്മൾ ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ബിസിനസ്സിലെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ എന്താവും? നിങ്ങൾ നടത്തുന്ന ഓരോ വിൽപ്പനയും നിങ്ങൾക്ക് പ്രോഫിറ്റ് നേടിത്തരും. മറ്റത് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുക? പരാജയത്തിലേക്ക് പോകും. ബിസിനസ് ഓരോ ദിവസവും എന്താവും? സാമ്പത്തിക ക്രൈസിസിലേക്ക് പോകും. നിങ്ങൾക്ക് ഈ കണക്കൊന്നും നിങ്ങൾ നോക്കുന്നില്ല, നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ദിനം പ്രതി നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ആവശ്യമുള്ള ഫണ്ട് ഇറക്കി കൊടുത്തുകൊണ്ട് ബിസിനസ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. എനിക്കറിയാം, ഒരു 10-13 വർഷമായിട്ട് റെസ്റ്റോറൻറ്റ് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, ഇന്ന് വലിയ കടബാധ്യതയിൽ നിൽക്കുന്ന ഒരാളെ ഞാൻ ബന്ധപ്പെടാൻ എനിക്ക് കഴിഞ്ഞു. ആ കൺസൾട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഏകദേശം 1,47,00,000 രൂപയോളം അദ്ദേഹം ഇന്ന് കടക്കാരനാണ്. അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ബിസിനസ്സിൽ അല്ലാതെ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 3-3.5-4 കോടി രൂപയോളം ഒരു റെസ്റ്റോറൻറ്റ് കൊണ്ടുപോയി എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ബിസിനസ്സിലേക്കുള്ള കണക്കുകൾ നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ലീക്കേജ് എന്ന് പറയുന്നത് നമുക്ക് അടയ്ക്കാൻ പറ്റാത്ത രൂപത്തിൽ, ഗ്യാസൊക്കെ ചോർന്നു പോകുന്ന വളരെ ഫാസ്റ്റ് ആയിട്ടല്ലേ പോവുക, അതേപോലെ തന്നെയാണ് നമ്മുടെ ഫണ്ടും പോവുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ സംസാരിച്ച 5 പോയിന്റുകൾ, നിങ്ങൾക്ക് മാറ്റം ഉൾക്കൊള്ളേണ്ട 5 പോയിന്റുകൾ എന്തൊക്കെയാണ്? ഒന്ന്, നിങ്ങൾ പാഷനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് റെസ്റ്റോറൻറ്റ് നടത്താതെ നിങ്ങളുടെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനെ നോക്കിക്കാണണം. കാരണം ആളുകൾക്ക് നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ള കാര്യത്തിന് മാത്രം ഫോക്കസ് ചെയ്യരുത്. നല്ല ഫുഡ് കൊടുക്കുന്നതിൽ ഞാൻ എതിരൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ പ്രോഫിറ്റ്, നിങ്ങളുടെ റവന്യൂ, നിങ്ങളുടെ കോസ്റ്റിംഗ്, നിങ്ങളുടെ റവന്യൂ, നിങ്ങളുടെ എക്സ്പെൻസ്, നിങ്ങളുടെ പ്രോഫിറ്റ്, ഈ 3 കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രൂപത്തിൽ നിങ്ങൾ അനലൈസ് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ സിസ്റ്റമൈസ് ആവണം. സിസ്റ്റമാറ്റിക് ആയിട്ടല്ലാതെ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ നിങ്ങൾക്ക് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പഴയ കാലത്തെ തത്വങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫുഡ് കൊടുത്ത ആളുകൾ എന്നെ തേടി വരും. അതൊന്നും ഇന്നത്തെ കാലത്ത് വില പോകുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ടോ, നിങ്ങൾക്ക് നല്ല ബിസിനസ് കിട്ടും, നിങ്ങളുടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, നിങ്ങൾക്ക് ധാരാളം കസ്റ്റമർ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കും. ദെൻ അടുത്തത് നിങ്ങളുടെ മാർക്കറ്റിംഗ്. സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗ് രീതികൾ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് റെസ്റ്റോറൻറ്റുകളെ സക്സസ് ആക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന്. അതേപോലെ തന്നെ കസ്റ്റമർ എക്സ്പീരിയൻസ്, നല്ല കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അതിന് നമ്മളുടെ ജീവനക്കാരെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത്
അവരിൽ നിന്ന് അപ്സെല്ലും ക്രോസ് സെല്ലിങ്ങും ചെയ്തുകൊണ്ട് മാക്സിമം റവന്യൂ, ടിക്കറ്റ് സൈസ് മാക്സിമം വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. ഇതിനൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കണക്കുകളെ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുക, അതിനനുസരിച്ചുള്ള ഡിസിഷൻ എടുത്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു ലൈവില് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടുമുട്ടുന്ന റെസ്റ്റോറൻറ്റ് ഉടമകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന അറിവുകൾ, അവരിൽ നിന്ന് കിട്ടുന്ന ചോദ്യങ്ങൾ, അതിന് ഞാൻ കൊടുക്കുന്ന സൊല്യൂഷനുകൾ, ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ലൈവ് പ്രോഗ്രാമുകളിലൂടെയും എൻ്റെ വീഡിയോകളിലൂടെയും എൻ്റെ പിന്നെ കോച്ചിങ് പ്രോഗ്രാമുകളിലൂടെയും ബൂട്ട് ക്യാമ്പുകളിലൂടെയൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്ത് പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനൊരു സൊല്യൂഷൻ ഇല്ല എന്ന് നിങ്ങൾ കരുതരുത്. എന്ത് പ്രതിസന്ധി റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന് സൊല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് കസ്റ്റമർ ഇല്ല, നിങ്ങളുടെ പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ആ കസ്റ്റമർ ഇല്ലാത്തതിലേക്ക് ആ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ടാവുക. അതിൻ്റെ റൂട്ട് കോസിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കതിന് സൊല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് നല്ല കച്ചവടം ഉണ്ട്, നിങ്ങൾക്ക് ലാഭം നേടാൻ വേണ്ടി കഴിയുന്നില്ല, നിങ്ങളുടെ ഒരു പ്രശ്നം അതായിരിക്കാം. അപ്പോൾ അവിടെ നമ്മൾ കരുതുന്നത് എന്താണ്? വിപണിയിലുള്ള വിലക്കയറ്റം എൻ്റെ ലാഭത്തെ കൊണ്ടുപോയി, അല്ലേ? ഇതായിരിക്കും നിങ്ങൾ കരുതുന്നുണ്ട്. നല്ല കച്ചവടം നടക്കുന്നു, നല്ല കസ്റ്റമർ ഉണ്ട്, ലാഭം നേടാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയണം. എങ്കിലേ ബിസിനസ്സിനെ സക്സസ് ആക്കാൻ വേണ്ടി പറ്റൂ. ഇതിന് സൊല്യൂഷൻ ഉണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള ബിസിനസ്സുകളിൽ നമ്മൾക്ക് എന്തായിരിക്കും? കോമൺ മെനുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ബിസിനസ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതിന് പകരം നമ്മളൊരു മെനു എഞ്ചിനീയറിംഗ് നടത്തി നമുക്ക് ലാഭം നേടിത്തരുന്ന മെനുകളെ കണ്ടെത്തി ആ മെനുകളെ കൂടുതൽ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചില സ്ട്രാറ്റജികൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബിസിനസ്സിനെ സക്സസ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും, പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേപോലെ നമുക്ക് നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ ബിസിനസ്സിൽ ജീവനക്കാരെ നിലനിർത്താൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല എന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഹയറിങ് മുതൽ അവരുടെ ഓൺബോർഡിങ്ങും അവരുടെ പിന്നെ നിലനിർത്തി പോകുന്ന പ്രോസസ്സുകളും വരെ നമ്മൾ ഏത് രീതിയിലാണ് ഈ റെസ്റ്റോറൻറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? അവർക്ക് കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ കിട്ടുന്നുണ്ടോ? അവർ കൃത്യമായിട്ട് അവരുടെ റെസ്റ്റോറൻറ്റിൽ അവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നുണ്ടോ? ഈ കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫിങ്ങിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കൃത്യമായിട്ട് നടത്തുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ കൊണ്ടുപോകണം. ഇതിനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ട് എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇത്തരത്തിലുള്ള സർവീസുകളൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു തന്നുകൊണ്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അടുത്ത മറ്റു നല്ലൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.